ലോകത്തിൽ നിന്നകൾ ഏറി വന്നാലും മാറലേ മാറിയും നാഥനേ. ലോകത്തിൽ നിന്നകൾ ഏറി വന്നാലും മാറലേ മാറിയും നാഥനേ. എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 12-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനൻ ആരെന്ന് അവർ പറയുന്നു. ചതിയും വ്യാജവും കപടഭക്തിയും കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ തൻ്റെ സ്വന്തം ശക്തിയിൽ അഹങ്കരിക്കുന്നു. തങ്ങളുടെ നാവ് കൊണ്ട് തങ്ങൾ ജയിക്കുമെന്ന് പറയുന്ന ഇവർ ദൈവം തങ്ങൾക്ക് ഒപ്പമുണ്ട് എന്ന് വ്യാജമായി പറയുവാൻ തങ്ങളുടെ നാവുകളെ ഉപയോഗിക്കുന്നു. അവർ ദൈവശക്തിയെ അറിയുന്നില്ല. അവർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കുന്നതിനെക്കുറിച്ച് ബോധവാന്മാരുമല്ല. അവർ പറയുന്നത് അവർ അവരോട് മാത്രം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നാണ്. ഞങ്ങളുടെ നാവുകൾ ഞങ്ങളുടെ സ്വന്തം, ഞങ്ങൾക്ക് യജമാനന്മാർ ആരെന്ന് അവർ പറയുമ്പോൾ അവർക്കൊരു ശിക്ഷാവിധി ഉണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നില്ല. നമുക്കുള്ളതൊന്നും നമ്മുടേതല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാത്തിനും നാം ഒരു നാൾ കണക്ക് കൊടുക്കേണ്ടതാണ് എന്ന ബോധ്യത ഓരോ നാളും നമുക്കുണ്ടാകണം. പ്രിയ സ്നേഹിതരെ, നമ്മുടെ നാവും ശരീരവും സമയവുമെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്കൊരു യജമാനനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നാൾ അവൻ്റെ മുൻപിൽ നാം കണക്ക് കൊടുക്കണം. ഈ ചിന്തയിൽ ജീവിക്കുവാൻ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്താം. പ്രാർത്ഥിക്കാം. കർത്താവേ, യജമാനൻ്റെ വിശ്വസ്ത ദാസരായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.